ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ നടൻ ടിനി ടോമിന്റെ മകൻ മയക്കുമരുന്ന് കേസിൽ പിടിയിലായിരിക്കുന്നു. ഞാനിപ്പോൾ ആലോചിച്ചു പോകുന്നത്, ഈ ഒരു അച്ഛൻ കുറച്ചു കാലം മുമ്പ് തൻ്റെ മകന് സിനിമയിൽ ഒരു വലിയ രംഗം, ഒരു വേഷം കിട്ടിയിരുന്നു. അത് പ്രമുഖനായിട്ടുള്ള ഒരാളുടെ മകനായിട്ട് അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു. പക്ഷേ സിനിമ എന്ന് പറഞ്ഞ മേഖല മയക്കുമരുന്ന് കൊണ്ട് നിറഞ്ഞ ഒന്നാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മകന് വിട്ടില്ല, എൻ്റെ ഭാര്യ പറഞ്ഞ കാരണം എന്ന് ഇദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ മകനെ അത്ര എനിക്ക് ഒറ്റ മകനേ ഉള്ളൂ, അവന് നോക്കണം, അവൻ നല്ല വഴിക്കൊക്കെ പോകണമെന്ന് ആ പാവം പിതാവ്, ടിനി ടോം എന്ന് പറയുന്ന പിതാവ് ഏറെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അന്ന് തന്നെ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, ഒരുത്തവൻ നാശാവണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് അപ്പം വിചാരിച്ചാലും നടക്കില്ല എന്ന്. എന്തായാലും ഇപ്പൊ കിട്ടുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ മകൻ അറസ്റ്റിലായിരിക്കുന്നു. പക്ഷേ അന്ന് ടിനി ടോം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കച്ചവടം നടത്തുന്നില്ല, അവനെ വിട്ടെന്ന് വിചാരിച്ച് കുഴപ്പമില്ല. പക്ഷേ ഈ 17-18 വയസ്സിലാണ് ഏറ്റവും കൂടി വഴി തെറ്റുന്നത്. അതുകൊണ്ട് ആകെ ഒരു മകനാണ് എനിക്കുള്ളത്, എനിക്ക് ആകെ ഒരു കുഞ്ഞാണുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ PC പറഞ്ഞതുപോലെ സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടിനി ടോം എന്ന് പറയുന്ന അച്ഛൻ അന്ന് ആഗ്രഹിച്ചത് 17-18 വയസ്സിലാണ് കുട്ടികൾ ഏറ്റവും പെട്ടെന്ന് വഴി തെറ്റുന്നത്. ഈ സമയത്ത് നമുക്ക് അവനെ ഒരു പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അവനെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ വഴിതെറ്റി പോകുമെന്ന് അന്ന് ടിനി ടോം, പ്രശസ്തനായ ആ സിനിമാ നടനും കോമഡിയൊക്കെ ചെയ്യുന്ന ആ ഒരു മനുഷ്യൻ അന്ന് പറഞ്ഞായിരുന്നു. തൻ്റെ ഏക മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തിയെന്ന് പറയണം. അന്ന് തന്നെ ഇതിനൊരു പ്രതികരണം എന്ന രീതിയിലേക്ക് അന്ന് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്. പറഞ്ഞത് ബോധയും കഥയുള്ള ഒരുത്തരാണെങ്കിൽ അവനത് ഉപയോഗിക്കില്ല. ഇനിയിപ്പോ ഒരുത്തൻ ഇത് ഉപയോഗിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആര് വിചാരിച്ചാലും തടയാനും പറ്റില്ല. ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗിലൂടെ ഒക്കെ പോയ ഒരുത്തനായിരുന്നു നമ്മുടെ ഈ ഒരു അവസാനം സംസാരിച്ച നമ്മുടെ ഈ ചങ്ങാതി ധ്യാൻ ശ്രീനിവാസൻ. എന്തായാലും ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ എനിക്ക് കിട്ടിയത് News 18 കേരള എന്ന് പറയുന്ന ആ ഒരു ചാനൽ പോർട്ടലിൽ നിന്നാണ്. കൃത്യമായിട്ടും നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസസ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ക്രമ നമ്പറും മറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എറണാകുളത്ത് നിന്നാണ് ഇത് പിടിയിലായിട്ടുള്ളത്. പ്രഥമ വിവരങ്ങളും മറ്റൊക്കെ ഇതിലിങ്ങനെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സൺഡേ ആണ് ഇതൊക്കെ പിടിച്ചെന്നൊക്കെ കേൾക്കുന്നു. വകുപ്പുകളും മറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും സുഹൃത്തുക്കളെ, ഞാൻ വേണമെങ്കിൽ ആ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ കാണിക്കാം. പോലീസ് സ്റ്റേഷനിൽ കിട്ടിയ ആ റിപ്പോർട്ട് കൂടി ഇതിന് തേർത്ത് നമുക്ക് കാണാനുണ്ട്. ഫാദർ നെയിം ജോർജ്, ആദം ഷീം, ഏജ് 21, ഫാദർ നെയിം ടിനി ടോം എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ടിനി ടോം അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം വെച്ചിട്ടാണ് ഈ ഒരു സംഗതി ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും വാർത്തകൾ ഇങ്ങനെയാണെങ്കിൽ, ഞാൻ പറയുന്നത് News 18 എന്ന് പറയുന്ന ചാനൽ വന്ന വാർത്തകൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. കൃത്യമായിട്ടും അങ്ങനത്തെ വാർത്തയാണ് കൊടുത്തിട്ടുള്ളത്. ടിനി ടോമിന്റെ മകൻ കഞ്ചാവുമായി പിടിയിലെന്നാണ്. ആദം ഷീമിനെ പിടികൂടിയത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസാണ്. ഒപ്പം ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കളെയും പിടികൂടിയതാണ്. മിക്കവാറും ഇതിലത്തെ ചില സാധ്യതകളൊക്കെ കൂട്ടുകാരന്റെ കയ്യിൽ ചിലപ്പോൾ കഞ്ചാവ് ഉണ്ടായിരിക്കാം. ടിനി ടോമിന്റെ കൂട്ടുകാരന്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരിക്കാം, മകന്റെ കൂട്ടുകാരന്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവനെ പിടിച്ചതിന്റെ ഭാഗമായിട്ട് ഇവനെ കൂടി കൊണ്ടുപോയതായിരിക്കാം. അതൊന്നും അറിയാത്തൊരു പയ്യനായിരിക്കാം ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ മകൻ. നമുക്ക് ഇങ്ങനെയൊക്കെ സങ്കല്പിക്കാം കേട്ടോ. കാരണം നമ്മുടെ ലോകം അങ്ങനെയാണ്. നമ്മളൊപ്പം നടക്കുന്നവന്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടോ, നമുക്കിത് ഇവന്റെ കൈയും പോക്കറ്റും ഷഡ്ഡിയും അടക്കം തപ്പിയിട്ട് എടാ എൻ്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടാ, ഞാൻ എൻ്റെ ഒപ്പം നടക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ സാധനം ഉണ്ടാ എന്ന് നമുക്ക് കൂട്ടുകാരെ സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. ചിലപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളിലൊക്കെ ഈ സാധനം ഉണ്ടായിരിക്കാം. നമ്മളൊന്നും അറിയാതെ ഇവരുന്ന എവിടെയൊക്കെ പുകച്ചു വിട്ട് ആകാശം കണ്ട് നടക്കുന്നുണ്ടായിരിക്കാം. നമുക്കിത് പറയാൻ പറ്റില്ല. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൂട്ടുകാരനെ പിടിച്ചാലും അതിന്റെ തൊട്ടടുത്ത് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ കൂടി ആ കേസിൽ പെടും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അങ്ങനെയാണ് എങ്കിൽ ഈ ടിനി ടോമിന്റെ മകന്റെ കൂട്ടുകാരന്റെ ആദം സംതിങ് ലൈക്കാണ്, അവന്റെ പേരെന്തുവാണ്, ആദം ഷീമീനാണ്. ആദം ഷീമിന് ഈ ഒരു വാർത്തയായിട്ട് വരാനുള്ള കാരണം ടിനി ടോമിന്റെ മകനായതുകൊണ്ടാണ്. അപ്പൊ അവരെ പിടിച്ചു. പക്ഷെ വാർത്തയാക്കാൻ മാത്രം ഉള്ളൊരു വ്യക്തി തൊട്ടടുത്തുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതാണല്ലോ എന്ന രീതിയിലൊക്കെ ആയിരിക്കും സംഗതിയിലൊക്കെ പോകുന്നുണ്ടായിരിക്കും. എന്തായാലും സങ്കടകരമായ കാര്യം എന്ന് പറയാൻ കാരണം, കുറച്ച് ഒരു കൃത്യമായിട്ടുള്ള ഡേറ്റ് ഒക്കെ പറയുകയാണെങ്കിൽ
മെയ് 2023 6-ാം തീയതി മെയ് 2023 ടിനി ടോം ഇങ്ങനത്തെ ഒരു സംഗതി തുറന്നു പറഞ്ഞത്. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമാണ്. ലഹരിക്ക് അടിമയായ ഒരു നടന്റെ പല്ലുകള് പൊടിഞ്ഞുപോയി. മകന് സിനിമയിൽ കിട്ടിയ അവസരം പേടി കാരണം, ഭീതി കാരണം ഉപേക്ഷിച്ചു എന്നൊക്കെ 2023 ഇദ്ദേഹം പറഞ്ഞിരുന്നു. 2023 കഴിഞ്ഞ് 24, 25, 26 നോക്കൂ, ഒരു 3-4 വർഷം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യാൻ കഴിയും? മകൻ കേസിലകപ്പെട്ടു. എന്തായാലും വാർത്തകൾ ന്യൂസ് 18 കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നടൻ ടിനി ടോമിന്റെ മകൻ അടക്കം 3 പേർ കഞ്ചാവുമായി പിടിയിലെന്നുള്ള ഒരു വാർത്തയാണ്. അതേസമയം ഇതിനൊരു കോൺഗ്രസ്സുകാരുടെ സംഗതിയായിട്ടൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. എന്തായാലും അതത്ര ശരിയല്ല. കാരണം ഇതിനിപ്പോ അച്ഛന്മാർ എന്ത് ചെയ്യാൻ സാധിക്കും? നടൻ ടിനി ടോമിന്റെ മകനടക്കം 3 പേർ കഞ്ചാവുമായി പിടി. തൃപ്പൂണിത്തറ ഹിൽ പാലസ് പോലീസാണ് നടൻ ടിനി ടോമിന്റെ മകനായ ആദം ഷീമിനെയും സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 4 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു എന്നതാണ്. തിരുവാങ്കുളത്തെ ക്ഷേത്ര പരിസരത്ത് നിന്നാണ് കൊച്ചി സ്വദേശികളായ ആദം ഷീം, കാർത്തിക്, അമിത് ജോർജ് എന്നിവരെ പോലീസ് പിടികൂടിയത്. നൈറ്റ് പെട്രോളിംഗ് ആയി എത്തിയ പോലീസിനെ കണ്ട് യുവാക്കൾ പരിഭ്രമിച്ചു. സംശയം തോന്നിയ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാർത്തിക്കിന്റെ പോക്കറ്റിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ലേ ടിനി ടോമിന്റെ മകന്റെ പോക്കറ്റിൽ നിന്നും അല്ലാതെ കിട്ടിയത്, കാർത്തിക്കിന്റെ പോക്കറ്റിൽ നിന്ന്, കൂട്ടുകാരന്റെ പോക്കറ്റിൽ നിന്നാണ് സിപ്പ് കവറിലായി സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെത്തിയത്. അപ്പൊ ഞാൻ ഇതൊന്നും വാർത്ത മുമ്പ് വായിച്ചിട്ടുണ്ടാകുന്നില്ല. ഒരു ഊഹക്കത്തിന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. മിക്കവാറും ടിനി ടോമിന്റെ മകന്റെ കയ്യിൽ നിന്ന് ഉണ്ടാവില്ല. കാരണം അച്ഛൻ അത്രയ്ക്കധികം മകനെ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്, എന്നിട്ടും പെട്ടുപോയല്ലോ എന്നുള്ളതാണ് സങ്കടകരമായ കാര്യമാണ്. പാവ അച്ഛൻ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. എന്തായാലും പോലീസ് നടത്തിയ പരിശോധനയിൽ കാർത്തിക്കിന്റെ പോക്കറ്റിൽ നിന്ന് സിപ്പ് കവറിലായി, അതായത് ടിനി ടോമിന്റെ മകന്റെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് സ്വന്തമായി ഉപയോഗിക്കാനാണെന്ന് പ്രതികൾ മൊഴി നൽകിയത്ര. 4 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. ഈ മാസം 22 സംഭവം. 3 സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ് പറയുന്നത്. മയക്കുമരുന്ന് ഭയന്നാണ് മകനെ സിനിമയിൽ വിടാതെന്ന നടൻ ടിനി ടോമിന്റെ പരാമർശം ഒരിക്കൽ വളരെ വിവാദമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും? ഓരോരുത്തരുമാർ പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ തന്തിയും തള്ളക്ക് എത്ര തീരുമാനിച്ചിട്ടും എത്ര തന്നെ ശ്രമിച്ചിട്ടും കാര്യമില്ല. ഇവന്മാർ പോയി പെട്ടു. വെറുതെയാണ് തന്തിയും തള്ളക്ക് കുറെ കഷ്ടപ്പെടുന്നതൊക്കെ തോന്നിപ്പോകുന്നു. എന്താ സുഹൃത്തുക്കളെ, ബൈ.